പ്രൈസ് ദി ലോർഡ്. ഗിരിപ്രഭാഷണം ഒരു പഠനം. മത്തായി 5:27 മുതൽ 32 വരെ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്ന പ്രഭാഷണ ശൃംഖലയുടെ രണ്ടാമത്തെ വിഭാഗമാണ് ഈ വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വാക്യം 27 പറഞ്ഞിരിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് ന്യായപ്രമാണം അവരോട് കൽപ്പിച്ചിരുന്നു. ന്യായപ്രമാണം പരസംഗത്തെ പാപമായി കണക്കാക്കി ന്യായവിധി കൽപ്പിക്കുന്നു. കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണമെന്ന് ന്യായപ്രമാണം കൽപ്പിച്ചിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തുപോയി എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളുടെ പുതിയ മാനദണ്ഡമാണ് ഇവിടെ നാം കാണുന്നത്. മനുഷ്യനുള്ള നൈസർഗിക വികാരത്തെയല്ല കർത്താവിടെ പരാമർശിച്ചിരിക്കുന്നത്. വ്യഭിചാരമെന്ന ദുർമോഹം ഒരുവനിലോ ഒരുവളിലോ ഉണർത്തുവാൻ കരുതിക്കുട്ടി ചെയ്യുന്ന വഞ്ചനാപരമായ പ്രവൃത്തികളെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്രകാരമുള്ള ഏതു പ്രവൃത്തിയും ചെയ്യുന്നവനും ചെയ്യുന്നവളും ഹൃദയം കൊണ്ട് അവനോടോ അവളോടോ വ്യഭിചാരം ചെയ്തതായി കർത്താവ് കണക്കിടുന്നു. ഏതു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഭാര്യ ഭർത്തൃബന്ധം ജീവശാസ്ത്രപരമായ ഒരു കൂട്ടിച്ചേർക്കൽ എന്നതിലുപരിയായി ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യകുലത്തെ അസാൻമാർഗീയ ജീവിതത്തിലേക്ക് നയിക്കുവാനും കുടുംബ ബന്ധങ്ങളെ തകർക്കുവാനും ശത്രു ആദ്യം മുതലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കാൻ നിർമ്മലവുമായിരിക്കട്ടെ എന്നും, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ, ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്, അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കെത്രേ അധികാരം എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. മനുഷ്യർ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താൻകൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവനെന്ന് പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വലം കണ്ട് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞുകളക. നിൻ്റെ വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞുകളക എന്ന് വാക്യം 29:30 പറഞ്ഞിരിക്കുന്നു. വലതുഭാഗം ശക്തിയുടെ പ്രദർശനമായി തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ശബ്ദാനുസരണമായ പ്രവൃത്തിയല്ല കർത്താവ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാപത്തിൻ്റെ ഉത്ഭവം ഈ അവയവങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് വരുമല്ലോ. എല്ലാ പാപവിചാരങ്ങളുടെയും ഉറവിടം ഹൃദയമാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. അവയവങ്ങൾ നല്ലതും ചീത്തയുമായ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഉപകരണം മാത്രമാണ്. ഒരുവനെയോ ഒരുവിളയോ വിലക്കപ്പെട്ട അപരാധം ചെയ്യുവാൻ പ്രലോഭിക്കുവാൻ സാധ്യതയുള്ള എല്ലാ തിന്മയെയും എല്ലാ കൂട്ടുകെട്ടുകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്നും വേരോടെ പിഴുതുകളയണമെന്നാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്. അശുദ്ധമായ അഭിലാഷങ്ങളിലേക്കും ചിന്തകളിലേക്കും നമ്മെ വലിച്ചഴിക്കുന്ന എല്ലാറ്റിൽ നിന്നും ഒരു ദൈവപൈതൽ അകൽച്ച പ്രാപിക്കണം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണിത്. അശ്ലീല നോവലുകളും ഫോട്ടോകളും ഗാനങ്ങളും പരസ്യങ്ങളും അശ്ലീല ചുവയുള്ള തമാശകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഏറ്റവും കൂടുതൽ വിപണന സാധ്യതയുള്ള ഒരു തലമുറയിലാണ് ഇന്നു നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവജനം കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കണം. പ്രാർത്ഥനയോടെ നാം ദൈവത്തോട് അടുത്തു വരുന്നെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗ്ഗങ്ങൾ അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്നുവെന്ന് പൗലൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നതിനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ഒരുവളെ ഉപേക്ഷണപത്രം കൊടുത്ത് ഉപേക്ഷിക്കാൻ മോശ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ വിവരണം കർത്താവ് നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെയല്ലായിരുന്നുവെന്ന് യേശു പറഞ്ഞിരിക്കുന്നതായി മത്തായി 19:8 രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശത്തിനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്.
ന്യായപ്രമാണപ്രകാരം വിവാഹം ഏറ്റവും മാന്യവും വിശുദ്ധവും ആയി കരുതിയിരുന്നു. മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിത്തീരും. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ന്യായപ്രമാണപ്രകാരം യഹൂദനുള്ളതുപോലെ ഉന്നത നിലവാരമുള്ള വിവാഹ നിയമം മറ്റൊരു സമൂഹത്തിനുമില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടെടുത്ത കാലഘട്ടത്തിൽ യഹോവയുടെ യാഗപീഠം കണ്ണീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞെരുക്കം കൊണ്ടും മൂടിക്കളയുന്ന നിലയിൽ വിവാഹ ഉടമ്പടി ലംഘനം സർവ്വസാധാരണമായി കഴിഞ്ഞിരുന്നു. ഈ ആധുനിക കാലഘട്ടത്തിലും വിവാഹമോചനം ക്രിസ്തീയ സമൂഹത്തിൽ ഒരു സങ്കീർണ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവവചന പഠനവും ഫാമിലി കൗൺസിലിങ്ങുകളും കുടുംബങ്ങളുടെ പുനഃസ്ഥാപനത്തിലുള്ള പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ആവശ്യം ഏറിവരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്ന ഈ തലമുറയും എത്തിയിരിക്കുന്നത്.